പുഷ്പം നോവൽ തുടരുന്നു. അതെ, അലവി പറഞ്ഞു. അത് തന്നെയാ നല്ലത് ഉപ്പാ. അവൾ അവന് ചേർന്ന പെണ്ണല്ല. നെജുമുന്നീസ അത് ശരിവെച്ചു. പക്ഷെ എങ്ങനെ? എന്തെങ്കിലും കുറ്റം വേണമല്ലോ. സൈഫുന്നീസ ജ്യേഷ്ഠത്തിയെ നോക്കി. അതൊക്കെ നമുക്കുണ്ടാക്കാം, അലവി പറഞ്ഞു. എങ്ങനെ? നെജുമുന്നീസ ഉത്സാഹത്തോടെ ചോദിച്ചു. പുലർച്ചെ 3 മണിക്ക് നെജുമുന്നീസയും സൈഫുന്നീസയും അയൽവാസിയും അക്ബറിന്റെ ചങ്ങാതിയുമായ ബിനീഷും രഹനയെ മൊയ് ചൊല്ലുന്നതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. എന്നാലും എന്റെ ബിനീഷേ, നീ ഉറക്കമിളച്ചു നിന്നല്ലോ ഞങ്ങളുടെ കൂടെ, അലവി ബിനീഷിനോട് പറഞ്ഞു. ഹക്കുന് യോജിച്ചൊരു പെണ്ണ് വേണമെന്ന് എനിക്കുണ്ടാവില്ലേ ആഗ്രഹം അലവിക്കാക്ക? എന്നാ നമുക്ക് തുടങ്ങാം, അലവി പറഞ്ഞു. ബിനീഷും അലവിയും രഹനയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. രഹന വാതിൽ തുറന്നു. എന്താണുപ്പാ? അലവി ബിനീഷിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. പിന്നെ ഒരു വഷളൻ ചിരിയോടെ രഹനയെ പിടിക്കാൻ ചെന്നു. അവൾ പേടിച്ചു. അയ്യോ ഉപ്പാ, ഒന്നും ചെയ്യല്ലേ, അവൾ കരഞ്ഞു. അലവി രഹനയുടെ മുഖത്തടിച്ചു. നിന്നെ ഞാനും ഇവനും കൂടി ഇവിടെ ഇട്ട് ശരിയാക്കും. ബിനീഷ് രഹനയെ പിടിക്കാൻ ചെന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കോടി. രഹന അക്ബറിന്റെ ജ്യേഷ്ഠൻ റഷീദിന്റെ വീടിന്റെ വാതിലിൽ മുട്ടി. റഷീദും റാബിയയും വാതിൽ തുറന്നു. രഹനയെ കണ്ട് ഇരുവരും പരസ്പരം നോക്കി. എന്താ രഹന ഈ നേരത്ത്? റാബിയ ചോദിച്ചു. അവിടെ ഉപ്പ എന്നെ മുഴുവിക്കാതെ തേകി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. റഷീദും റാബിയയും അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ രഹന, പുലർച്ചെ 3 മണിക്ക് നീ എന്തിനാ ഇങ്ങോട്ട് പോന്നത്? റഷീദ് രഹനയോട് ചോദിച്ചു. കാക്കൂ, ഉപ്പ എന്ത് ചെയ്തു? ഉപ്പ എന്നെ പിടിക്കാൻ വന്നു. എന്നാ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് റഷീദ് ഉപ്പയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഉപ്പ, എന്താ നിങ്ങൾ രഹനയോട് ചെയ്തത്?